അപ്പൊ ഇന്നത്തെ നിങ്ങളെല്ലാവരും ഗ്രൂപ്പില് സിലബസ് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ആ സിലബസിലെ ലാസ്റ്റ് മോഡ്യൂളിലെ സെക്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. നിങ്ങൾ അത് എല്ലാവരും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്കിലും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഫെമിലിയർ ആക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരാം. അപ്പൊ അതിന് ഇന്നത്തെ ടോപ്പിക് ഓഡ് മാൻ ഔട്ട് സീരീസ് ആൻഡ് പ്രോഗ്രഷൻസ് എന്നാണ്. ഒരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ മറ്റ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇതൊന്നും അവര് ശ്രദ്ധിക്കണം. ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രസന്റേഷന്റെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓഡ് മാൻ ഔട്ട് സീരീസ് ആണ്. അപ്പൊ അതൊന്ന് ഞാൻ വായിച്ചൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വൺ ഓഫ് ദ മോസ്റ്റ് dreaded questions in the quantitative aptitude examinations of all banking and competitive exams is the odd man out series questions. This is because to answer such questions, students must follow only reasoning powers and logic. There are no formulas or equations to help you out. However, you can keep a few points in mind. Let us take a look at the odd man out series and some examples. അപ്പോൾ ഇനി ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അതിന്റെ മോഡൽ ഉണ്ടാവുക? യു ആർ ഗിവൺ 4 or 5 ഓപ്ഷൻസ് ആൻഡ് ദ സ്റ്റുഡന്റ് സിംപ്ലി ഹാസ് ടു ഫൈൻഡ് the odd one out from the given set of options. However, these questions can get quite complex and often confuse the candidates. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ അതിന്ന് ഓഡ് വൺ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. 2 things to keep in mind when solving such questions. You must thoroughly reason your answer before marking it. Make sure the answer follows basic reasoning and sound logic. Recheck your logic before finally marking the answer. ഇത്രയും കാര്യങ്ങൾ അല്ലാതെ ഇടിപിടിന്ന് അത് ചെയ്യാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ച് അതിനുള്ള നിങ്ങൾക്ക് കണ്ടെത്തിയ ആ ഓഡ് വൺ ഏതാണോ അതിനെന്താണ് അതിന്റെ പുറകിൽ ലോജിക്ക് അതെല്ലാം മനസ്സിലാക്കി ലാസ്റ്റ് നിങ്ങൾ അത് പിന്നെന്താ പറയാ മാർക്ക് ചെയ്യാൻ പാടില്ല. However, the candidate must also ensure that they do not overthink or overanalyze the answer. അതായത് ഒരിക്കൽ കിട്ടിയ ആൻസർ കാട് കയറി ചിന്തിക്കാൻ പാടില്ല. This may lead to further unnecessary confusion. Time is precious in these examinations and no extra time must be wasted on overthinking. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സച്ച് ഓഡ് മാൻ ഔട്ട് സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യം വരുന്ന ടൈപ്പ് പെർഫെക്റ്റ് സ്ക്വയർ സീരീസ്. അപ്പൊ ദിസ് ഈസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ ദ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓഫ് സം അതർ നമ്പർ. For this, we need to know the squares of at least 1 to 50. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം നമ്പറിന്റെ സ്ക്വയർ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇന്നത് ബൈഹാർട്ട് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, കാൽക്കുലേറ്റർ ഉണ്ടാവും. അതിൽ ദിവസം ഒരു ഇത്ര നമ്പറിന്റെ വെച്ച് സ്ക്വയർ പഠിച്ചു വെക്കുക. സാധാരണ പല സെന്ററുകളും 30 വരെ ഉള്ളതിന്റെ പഠിക്കാൻ പറയാറുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മെമ്മറി പവർ കൂടുതലാകുന്നതുകൊണ്ട് നിങ്ങൾ ഒരു 50 വരെ നമ്പറിന്റെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1. In the following options, a few number series are present. One of them has an error. Pick the wrong one out. അപ്പൊ ഇവിടെ 3 എണ്ണേ തന്നിട്ടുള്ളൂ, ഒരെണ്ണം അപ്പുറത്തെ സ്ലൈഡിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നും ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് 1, 3, 9, 15, 21. ആ സീരീസിന് എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അടുത്തത് 9, സെയിം പാറ്റേൺ ആവണമെന്നില്ല.
നിങ്ങൾക്ക് തന്ന ഓരോ സീരീസിലും ഒരു പ്രത്യേക പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ രണ്ടാമത്തെ സീരീസ് 981 225 441. പിന്നെ തേർഡ് വൺ 441 529 676 841. then last option 900 841 784 and 729. അപ്പൊ ഇത്രയും ഈ സീരീസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ആൻസർ ഇപ്പൊ തന്നെ പല കുട്ടികൾക്കും ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. Try solving this without looking at the squares of numbers. It takes a lot of time. അതായത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. കാരണം ഈ ഓരോ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു 50 വരെ ബൈഹാർട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ആ ഓരോ നമ്പർ കാണുമ്പോഴും ഏതിന്റെ സ്ക്വയർ ആണെന്ന് പെട്ടെന്ന് കിട്ടും. The first series is the difference of consecutive numbers 6. 3 6 9, 9 6 15, 15 6 21. അതൊരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സീരീസോ എല്ലാം സ്ക്വയർ ആണ്. 3 സ്ക്വയർ, 9 സ്ക്വയർ, 15 സ്ക്വയർ, 21 സ്ക്വയർ. പക്ഷെ അത് നമ്മൾ നോക്കുക, ആദ്യത്തെ സീരീസിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടാമത്തെ സീരീസ് കിട്ടും. അതിലെല്ലാ എലമെന്റിനും സ്ക്വയർ ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ സീരീസ് നോക്ക്, അതിനെന്തെങ്കിലും നിങ്ങൾക്ക് പാറ്റേൺ കിട്ടുന്നുണ്ടോന്ന്. അതിനു മുമ്പ് നാലാമത്തെ നോക്ക്. നാലാമത്തെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 30 സ്ക്വയർ, ഒരെണ്ണം റൈറ്റ് സൈഡിൽ നിന്ന് വന്നോ. 729 ഏതിന്റെ സ്ക്വയർ ആണോ നോക്ക്. 27, 28, 29, 30. ഈ 4 നമ്പറിന്റെ സ്ക്വയറുകളാണ്. അപ്പൊ അവിടെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെ ഓഡ് മാൻ എന്ന് പറയുന്നത് മിക്കവാറും തേർഡ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ ഈ തേർഡ് ഓപ്ഷനിൽ എങ്ങനെയാണ് ഓഡ് വൺ വരാൻ കാരണം? അതാ ഓഡ് വൺ ആവാൻ എന്താ കാരണം? 441 എന്ന് പറഞ്ഞാൽ 21, പിന്നെ 529 എന്ന് പറഞ്ഞാൽ 23യുടെ, പിന്നെ 676 എന്ന് പറഞ്ഞാൽ 26ന്റെ. അപ്പൊ ഇനി അടുത്ത് വരേണ്ടത് ഏതിന്റെയാണ്? അതായത് 21, 23, 26. അപ്പൊ ഇനി ഏതാ വരേണ്ടത്? 21നോട് 2 കൂട്ടിയപ്പോ 21നോട് 2 കൂട്ടിയപ്പോ 23 ആയി. അതിനോട് 4 കൂട്ടിയപ്പോ സോറി 3 കൂട്ടിയപ്പോ 26 ആയി. പിന്നെ 4 കൂട്ടിയാൽ നിങ്ങൾക്ക് 30 ആണ് വരേണ്ടത്. അപ്പൊ 30യുടെ സ്ക്വയർ ആണ് അവിടെ വരേണ്ടത്. അതിന് പകരം എഴുതിയത് 841 ആണ്. അത് 30യുടെ സ്ക്വയർ അല്ല. അപ്പൊ അതുകൊണ്ട് സി എന്നുള്ള ഓപ്ഷൻ ആണ് നിങ്ങളുടെ ഓഡ് വൺ. അപ്പൊ അതിനുള്ള റീസൺ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് വായിക്കാം. The first series is the difference of consecutive numbers is 6. Is the difference of consecutive numbers is 6. Now we can see that the second sequence is the perfect square sequence. This series can be formed from the series given in the option A. In the third sequence, the first 3 terms are squares of 21, 23, 26. And then the fourth one should be the square of 30. But in place of 841. That is, we must have 900. This is a wrong series. The last series is also square series. So the correct option or the wrong series of the 4 options presented above is the option C. The other example note. In the sequence given below, a term is missing. The missing term is written in the option that are present below. Find the missing term and choose it from the options below. For series idana 8, 12, 21, 37. What will be the next option? അപ്പൊ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമ്മളൊന്ന് ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 2 ക്യൂബ് ആണ്. പക്ഷെ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും ഒരു നമ്പറിന്റെ സ്ക്വയറും അല്ല, ക്യൂബും അല്ല. അപ്പോ നമുക്ക് വേറെ കാര്യം നോക്കണം. അപ്പൊ hence we conclude that this series is neither a perfect square nor a perfect cube series. That means it may be a tier 2 series. അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഒരു നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ നമ്പറിന് 8 + 4,
പിന്നെ അടുത്തത് ആഡ് ചെയ്യുന്നത് 12 പ്ലസ് 5, സോറി 12 പ്ലസ് 9. ദെൻ നെക്സ്റ്റ് 21 പ്ലസ് എത്രയാണ് ആഡ് ചെയ്യുന്നത്? 16 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യുന്ന നമ്പർ ഒന്ന് നിങ്ങൾ നോക്ക്. ആദ്യം 4 ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 2 into 2. പിന്നെ 9 ആണ് ആഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 3 into 3. അപ്പൊ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് 16 ആണ്, അത് 4 into 4. അപ്പൊ നമ്മളിത് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആഡ് ചെയ്യേണ്ടത് 5 into 5, ദാറ്റ് ഈസ് 25. Then 37 plus 25 is 62. Therefore, the correct option is option. ഇനി അതേപോലെ അടുത്ത സെക്ഷൻ പെർഫെക്റ്റ് ക്യൂബ് സീരീസ് ആണ്. അപ്പൊ ഇൻ ദ പെർഫെക്റ്റ് ക്യൂബ് സീരീസ് ഈച്ച് ടേം ഓഫ് ദ സീരീസ് is a perfect cube of some other number. These numbers whose cubes from the series are also arranged in the form of a sequence. In this way, you can get a two-stage type perfect cube series. In the following article, we will see different methods to identify the perfect cube series and try and develop various shortcuts and tricks that will help us not only save time but also develop our accuracy. Let us begin the study of the perfect cube series. അപ്പൊ ഈ പെർഫെക്റ്റ് ക്യൂബ് സീരീസിന്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 മുതൽ 30 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് പഠിച്ചു വയ്ക്കും. ഇപ്പൊ 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, അങ്ങനെ ഒരു 30 നമ്പർ വരെയുള്ള ഇതിന്റെ കാണാതെ പഠിച്ചു വെക്കുക. These you will have to commit to memory. After this, we will try to construct a few perfect cube series and see what else we can do with the concept. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സീരീസ് നോക്കൂ. ഇൻ ദ ഫോളോയിങ് സീരീസ് a number is such that it does not belong to the arrangement. Select the option that has this number. ആദ്യത്തെ നമ്പർ 8,000, പിന്നെ 27,000, 64,000, then 10,000, 1,05,000. അപ്പൊ അതിൽ ഓരോന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണ്, 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് ആണ്. അപ്പൊ അടുത്ത് വരേണ്ടത് ഏതാണ്? 105 പകരം വരേണ്ടത് 125 ആണ് വരേണ്ടത്. അതല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡി എന്നുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു സീരീസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണ്, ഓഡ് വൺ ഏതാണ്, അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇത് നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് തന്നെ വേണം. കാരണം ഒരു സീരീസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു പരിചയം വേണം. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നത് അതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാകും. അപ്പൊ ഇനി അടുത്തത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ്. ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീരീസ് ആണ് ഈ രണ്ടും, അരിത്മെറ്റിക്കും ജോമെട്രിക്കും. അപ്പൊ അതിൽ ആദ്യം ജോമെട്രിക് എന്താന്ന് പറയാം. Geometric series form a very important in all competitive exams. A geometric series is also known as the geometric progression. It is a series formed by multiplying the first term by a number to get the second term. This process is continued until we get a number series in which each number is some multiple of the previous term. അതിനുള്ള ഒരു സിംപിളസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1, 3, 9, 27, 81. അതിൽ അടുത്ത നമ്പർ നിങ്ങൾക്ക് തന്നെ പറയാം. 1 into 3, 3 into 3, 9, 9 into 3, 27, 27 into 3, 81. Then next number is 81 into 2, 40. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്ക്. ഇൻ എ ജോമെട്രിക് സീരീസ് ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഈസ് 2 ആൻഡ് ദ ഫസ്റ്റ് ടേം ഈസ് 1. Then the 10th term of the series എന്തായിരിക്കും? 10ാമത്തെ ടേം ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വേറെ ഫോർമുല ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താ ചെയ്യുക? ഫസ്റ്റ് ടേം 1 എഴുതും, സെക്കൻഡ് ടേം 1 into 2, തേർഡ് ടേം 2 into 2, then 4 into 2, then 8 into അങ്ങനെ എഴുതിപ്പോ.
അങ്ങനെ എഴുതിപ്പോയി എവിടെയാണ് നിങ്ങൾക്ക് 10ാമത്തെ ടേം കിട്ടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. 512 ആണ് 10th ടേം. പക്ഷെ അതിന് നിങ്ങൾ എടുക്കുന്ന സമയവും നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഫോർമുല തന്നാൽ നിങ്ങൾ ചെയ്യുന്ന സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫോർമുലകൾ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ടോ അത് പഠിക്കുക. ഇനി അല്ല നിങ്ങളുടേതായിട്ട് നിങ്ങൾക്കൊരു ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് കുറച്ച് പിന്നെ സ്പെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ലൈക്ക് വൈസ് ആൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് ഫോംഡ് by adding the first term by a number to get the second term. This process is continued until we get a number series in which each number is obtained by adding a fixed number to the previous term. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ ആഡ് ചെയ്യുന്ന നമ്പർ എപ്പോഴും ഫിക്സ് ചെയ്യണം. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്, ജോമെട്രിക് പ്രോഗ്രഷനിൽ പറഞ്ഞത് എന്താണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതേപോലെ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ ആഡ് ചെയ്താണ് പോണെങ്കിൽ യു വിൽ ഗെറ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. 2 അത് നമ്മൾ 8 ആഡ് ചെയ്യുമ്പോൾ 10, ദെൻ പിന്നെ 8 ആഡ് ചെയ്യുമ്പോൾ 18, പിന്നെ 8 ആഡ് ചെയ്യുമ്പോൾ 26, അങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ സീരീസിൽ ഇപ്പൊ നിങ്ങളോട് ഇതില് 99th ടേം എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടി പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഓഡ് വൺ ഔട്ടില് കുറച്ചും കൂടി വരുന്നുണ്ട്. ആ ടൈപ്പും കൂടി ഒന്ന് നോക്കി. 2-stage type series. The 2-stage type series is a series in which the difference between consecutive terms forms a series of its own. In such series, we have a parent series whose terms have a regular difference between them. The difference between each consecutive term of the parent series forms an arithmetic progression of its own. Here we will see what an arithmetic progression and how we get a 2-stage type series from it. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിളിനകത്ത് കൺസിഡർ ദ സീരീസ് 1, 3, 6, 10, 11. As you can see, the rule is that a certain number is added to the previous term to get the subsequent term of the series. Here we can see that each term can be got from the previous term by adding a regular term to it. Add in the terms ഏതൊക്കെയാണ്? Okay. ഫസ്റ്റിൽ നിങ്ങൾ 2 ആഡ് ചെയ്തു, 1 + 2 ഇപ്പൊ 3 കിട്ടി. Then you are going to add 3 + 3, പിന്നെ 6 + 4, then 10 + 5, then 15 plus എന്തായിരിക്കണം 6 ആയിരിക്കണം. അപ്പൊ ഇത് ഈ ടേമിൽ ആഡ് ചെയ്യുന്ന ടേമുകൾ നിങ്ങൾ നോക്കുമ്പോൾ 2, 3, 4, 5 എങ്ങനെയാണ് കിട്ടുന്നത്? അതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ആ നമ്പർ 1 ആഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. അപ്പൊ അതുപോലെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിലും അടുത്ത സ്റ്റേജിൽ, ചിലപ്പോൾ അതിനടുത്ത സ്റ്റേജിൽ, അതാണ് ഈ ടയർ കൂടുന്നത്, അങ്ങനെ നിങ്ങൾക്ക് വരാം. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് മിക്സഡ് സീരീസ് ആണ്. അപ്പോൾ അത് പറയുന്നത് അതിനകത്ത് നിങ്ങൾ തരുന്ന സീരീസിന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിൽ അഡീഷൻ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും, പർട്ടിക്കുലർ നമ്പർ ആവും, ചിലപ്പോൾ സബ്ട്രാക്ഷൻ ആവും, ഇവിടെ ഏതും വരാം. അപ്പൊ നിങ്ങളൊരു യൂണിഫോം ആയിട്ട് എന്താണോ വരുന്നത് അത് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തിട്ട് വേണം അതിലെ ഓഡ് വൺ കണ്ടുപിടിക്കാൻ. ഇനി മിസ്സിംഗ് നമ്പർ സീരീസ് ഇപ്പൊ നിങ്ങൾ കുറെ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇത് കൂടുതൽ നമ്മൾ പറയണമെന്നില്ല. ഈ മിസ്സിംഗ് നമ്പർ സീരീസ് വരുമ്പോഴും നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് വേണം നമ്മൾ ഏത് നമ്പറാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ. അപ്പോ അതിന് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഈ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 32, 40, 24, 16, 24 എന്നാണ്. ഇത് ആദ്യം ഒരു നമ്പർ കൂടുന്നു, പിന്നെ നമ്പർ കുറയുന്നു, പിന്നെയും കുറയുന്നു, അത് കഴിയുമ്പോൾ പിന്നെയും കൂടുന്നു, ആ നമ്പറിനേക്കാളും കൂടുന്നു. അപ്പൊ ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല, നമ്പർ ഇങ്ങനെ അടുത്തടുത്ത് കൊടുക്കുന്നതിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ എന്തെങ്കിലും ഒരു ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 40 എന്നുള്ള ടേം 32 + 8, 24 എന്നുള്ള ടേം 32 - 8. അപ്പൊ അവിടെ ഒരു യൂണിഫോമിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്ക്, 24 എന്നുള്ള നമ്പർ 16 + 8 ആണ്.
അപ്പൊ ഇനി അടുത്ത നമ്പർ എന്തായിരിക്കണം? 16 മൈനസ് 8 ആയിരിക്കണം. ദാറ്റ് ഈസ് 8. ദാറ്റ് ഈസ് ഓപ്ഷൻ. അപ്പൊ ഇതുപോലെ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്ക്. ഞാൻ അതിന്റെ ആൻസർ ഇനി എക്സ്പ്ലനേഷൻ ഒന്നും കൂടി വായിക്കുന്നില്ല. ഈ പറഞ്ഞ ഐഡിയ തന്നെയാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. 1, 2, 6, 24. അപ്പൊ ഇനി അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? 1 into 2 ആണ് 2. 2 into 3 ആണ് 6. 6 into 4 ആണ് 24. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? 24 into 5. ദാറ്റ് ഈസ് 120. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിന് പുറകിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കുറേ കൂടുതൽ മാത്തമാറ്റിക്സ് ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ പെട്ടെന്ന്, അതായത് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ചെയ്യാം. ഇനി റോങ് നമ്പർ സീരീസ്, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. റോങ് നമ്പർ സീരീസ്. ഇപ്പോ ഒരു സീരീസ് നിങ്ങൾക്ക് തരുന്നു 5. ഇത് വായിച്ചു നോക്ക്. അതിനകത്ത് എ നമ്പർ സീരീസ് ഈസ് എ സ്ട്രിംഗ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ കണക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിസ്ക്രീറ്റ് റൂൾ. ബൈ ദിസ് വി മീൻ ദാറ്റ് ഇൻ എ നമ്പർ സീരീസ് you will see a few numbers, all of whom can be calculated if you know the rule. അപ്പൊ ആ റൂള് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ഏത് നമ്പറും നിങ്ങൾക്ക് പറയാൻ പറ്റും. 5ാമത്തെ നമ്പർ എത്രയാണ്, 10ാമത്തെ നമ്പർ എത്രയാണ്, ഏത് നിങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് സീരീസ് ഓർ സ്ട്രിംഗ് ഓഫ് നമ്പേഴ്സ് 5, 12, 15, etc. If someone asks you to guess the 19th number of this series, will you be able to do it? ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലെ 90ാമത്തെ നമ്പർ എത്രയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണ ഇങ്ങനെ റൂളുകളൊന്നും അറിയാത്ത ഒരു കുട്ടി എന്ത് ചെയ്യും? 5, 10, 15 5 കൂട്ടി ഇങ്ങനെ എഴുതിപ്പോ. അങ്ങനെ എഴുതി അവസാനം 90ാമത്തെ നമ്പർ എത്രയാന്ന് ആ കുട്ടിക്ക് പറയാൻ പറ്റും. ഇവിടെ ഇപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഈച്ച് നമ്പർ ഇൻ ദ സീരീസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. So, first term 5, then second term is 5 into 2, third term is 5 into 13, sorry 5 into 3, then next term is 5 into 4. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 90ാമത്തെ ടേം വരുമ്പോ എത്രയാണ് കൊടുക്കുക? 5 into 9, that is 450. അപ്പൊ നമുക്ക് പിന്നെ ഈ തന്ന, അതായത് പ്രോഗ്രഷൻ ആണോന്നോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ നമ്പറിന്റെ പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. 2 കൊണ്ട് ഗുണിക്കുന്നു, 3 കൊണ്ട് ഗുണിക്കുന്നു, വെറും മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ മതി. അപ്പൊ 90ാമത്തെ നമ്പർ വരുമ്പോ 90 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇനി ഏത് നമ്പർ വന്നാലും എത്രാമത്തെ നമ്പർ നിങ്ങളോട് ചോദിച്ചാലും 5നെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ തന്നെ ഇതിനകത്തുനിന്ന് ഒരു ലോജിക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആ പ്രോഗ്രഷൻ എന്നുള്ള സെക്ഷനും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ലോജിക്കിലെത്താൻ എളുപ്പം കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സെക്ഷനും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കിനി പ്രോഗ്രഷനിലേക്ക് കടക്കാം. അപ്പോ അത് ജനറൽ ആയിട്ട് എഴുതിയതൊന്ന് നോക്കാം. സീക്വൻസസ് ഹാവിംഗ് സം സ്പെസിഫിക് പാറ്റേൺസ് ആർ കോൾഡ് പ്രോഗ്രഷൻസ്. Arithmetic progression, അതിനെ ഷോർട്ട് ഫോം AP എന്നാണ്. In this section, besides discussing more about arithmetic progression, arithmetic mean, geometric mean, relationship between AM and arithmetic mean and GM, special series in forms of sum to n terms of consecutive natural numbers, sum to n terms of squares of natural numbers, and sum to n terms of cubes of natural numbers will also be studied. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താന്ന് പറഞ്ഞുതരും, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താന്ന് പറഞ്ഞുതരും, അരിത്മെറ്റിക് മീൻ പറഞ്ഞു തരും, ജോമെട്രിക് മീൻ പറഞ്ഞു തരും. അത് അത്രയും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ n വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ എന്താന്ന് പറഞ്ഞു തരും, ക്യൂബ് എന്താന്ന് പറഞ്ഞു തരും, പിന്നെ n വരെയുള്ള നമ്പർ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക. അപ്പൊ നിങ്ങളോട് പറയാണ് 1 മുതൽ 500 വരെ നമ്പർ ആഡ് ചെയ്താൽ വാട്ട് വിൽ ബി ദ ആൻസർ.
അപ്പൊ 1 മുതൽ 500 വരെ നമ്പർ എഴുതി ഇരുന്ന് കൂട്ടി ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം പിടിക്കുന്നു നിങ്ങൾക്കറിയാം. അപ്പൊ അതിന് നമുക്ക് എന്താണ് ഒരു ഫോർമുല. അപ്പൊ ഇതിനൊന്നും ഇതെങ്ങനെ കിട്ടിയെന്ന് ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫോർമുലകൾ കഴിയുന്നതും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാനൊരു സീരീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ancestors for the first, second, third and 10th generations are 2, 4, 8, 16, 32, etc. 10, 24. These numbers form a sequence. Either 2 into 2, 4 into 2, 8 into 2, 16 into 2, അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോണത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4/2. അതെന്താണ്? 2 എന്നാണ്. ഇനി തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8/4. അഗെയിൻ യു വിൽ ഗെറ്റ് 2. 16/8. അതപ്പോ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പർ എടുത്തിട്ട് അതിൽ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ആദ്യത്തെ നമ്പറിന് പുറകിലുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ കോഷ്യന്റ് ആസ് 2. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഒരു പ്രത്യേകതരം സീരീസ് ആണ്. അപ്പൊ ഈ സീരീസിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോണത്. അപ്പൊ അങ്ങനെയുള്ള ആ ഫിക്സഡ് നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ റേഷ്യോ. ഈ സീരീസിന് പറയുന്ന പേരാണ് ജോമെട്രിക് സീരീസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. അപ്പൊ ഏത് രണ്ട് തൊട്ടടുത്ത നമ്പറുകൾ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു പിന്നെ സ്പെഷ്യാലിറ്റി കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഓരോ നമ്പറിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇതില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്, അതിനെ A1 എന്ന് എഴുതുക. സെക്കൻഡ് ടേം 4 ആണ്, അതിനെ A2 എന്ന് എഴുതുക. അങ്ങനെ എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അതിനെ nth ടേം എന്ന് പറയാം, എന്നാമത്തെ പദം. അത് n ഉള്ളത് 5 എന്ന് കൊടുത്താൽ 5ാമത്തെ ടേം, 6 എന്ന് കൊടുത്താൽ 6ാമത്തെ ടേം. അപ്പൊ n എവിടെ കാണുന്നു അവിടെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ ആ സ്ഥാനത്തെ നമ്പർ കിട്ടും. അതാണ് A1, A2, എക്സെട്ര AN കൊടുത്തിട്ടുണ്ട്. ഇനി the nth term of the sequence is denoted by AN. The nth term is also called the general term of the sequence. അതിനെ ജനറൽ ടേം എന്ന് പറയാനുള്ള കാരണമാണ് എന്നിന് പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ അങ്ങനെ ഏത് ടേം കണ്ടുപിടിക്കാനും നമുക്ക് ഈ nth ടേം കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് അതിനെ ജനറൽ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് പറയുന്നത്. A sequence is called infinite if it is not a finite sequence. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്ന ഈ സീക്വൻസ് ഫൈനൈറ്റ് സീക്വൻസ് ആണ്. അതിൽ അവസാനം 10, 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പറയാതെ ഇനിയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ പിന്നെ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? അങ്ങനെയുള്ള സീക്വൻസിനാണ് നമ്മൾ ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ കൺസിഡർ ഫോർ ഇൻസ്റ്റൻസ് ദ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ. ഇപ്പൊ 2, 4, 6 അതിങ്ങനെ എടുത്തുപോയി. അപ്പൊ അവിടെ നമ്മൾ എത്രയാണ്? ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 എന്നുള്ള നമ്പർ കൂട്ടി പോവുക ചെയ്യുന്നത്. 2 + 2 പിന്നെ 2 കൂട്ടി, ഇനി അടുത്ത നമ്പർ 8 വരും, പിന്നെ 10 വരും. അതിങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നമ്മൾ എഴുതുന്നു. അപ്പൊ വിച്ച് ഈസ് ആൻ ഇൻഫിനിറ്റ് സീക്വൻസ്. അപ്പൊ ഈ ഒരു സീക്വൻസിൽ നിങ്ങൾക്ക് എത്ര സ്ഥലത്തെ നമ്പർ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? പിന്നെ ഒന്നാമത്തെ സീരീസ് A1 എന്ന് പറഞ്ഞാൽ 2, രണ്ടാമത്തെ പറയുമ്പോൾ 4, അപ്പൊ 2 × 2. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 6, അപ്പൊ 2 × 3. നാലാമത്തെ എന്ന് പറഞ്ഞാൽ 8, 2 × 4. അപ്പൊ അങ്ങനെ 23. 23ാമത്തെ ടേം എത്രയായിരിക്കും? 2 × 23. 24ാമത്തെ ആണെങ്കിൽ 2 × 24. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏത് ടേം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇൻ സം കേസസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് സച്ച് ആസ് 1, 1, 2, 3, 5, 8, etc. has no visible pattern, but the sequence is generated by the recurrence relation. അതെങ്ങനെയാ നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു സീരീസ് 1, 1, 2, 3, 5, 8 അതിങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത നമ്പർ എത്രയാന്ന് പറയാൻ പറ്റുമോ?
ഇത് ഇൻഫിനിറ്റ് ഇങ്ങനെ 3 ഡോട്ട് ഇങ്ങനെ എഴുതി അതിനർത്ഥം അതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നു എന്നാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1, തേർഡ് ടേം വന്നപ്പോ 1+1, പിന്നെ ഫോർത്ത് ടേം വന്നപ്പോ 1+2, അടുത്ത ടേം വന്നപ്പോ 2+3, പിന്നെ 5+3. അപ്പൊ അതിന് അടുത്ത ടേം വരുമ്പോഴോ 5+8. അങ്ങനെ നിങ്ങൾക്ക് കൂട്ടി കൂട്ടി ഓരോ ടേമും നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു സീക്വൻസിന് ഒരു പേരുണ്ട്. ഇതിനാണ് ഫിബനാക്കി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാവുന്ന ഓർത്ത് വെക്കാം. ഇനി അടുത്തത് സീരീസ്. അപ്പൊ നമ്മള് പിന്നെ ഇനി അടുത്തതിലേക്ക് നോക്ക്, A1 A2 എക്സെട്ര AN. അപ്പൊ സീക്വൻസ് എന്ന് പറയുമ്പോൾ ടേം ഇങ്ങനെ കോമ ഇട്ട് ഇങ്ങനെ എഴുതി പോവുകയുള്ളൂ. സീരീസ് എന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യും. ഇതാണ് A1 + A2 + A3 + എക്സെട്ര AN ഈസ് കോൾഡ് ദ സീരീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗിവൺ സീക്വൻസ്. അപ്പൊ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സീരീസ് കണ്ടുപിടിക്കാം. The series is finite or infinite according as the given sequence is finite or infinite. തന്നിട്ടുള്ള സീക്വൻസ് ഫൈനൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന എഴുതുന്ന സീരീസും ഫൈനൈറ്റ് ആയിരിക്കും. തന്നിട്ടുള്ള സീക്വൻസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതുന്ന സീരീസ് എക്സെട്ര എന്ന് എഴുതിപ്പോവും. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് സീരീസ്. The series are often represented in compact form called the sigma notation as means indicating the summation involved. ഇങ്ങനെ ഓരോ ടേം എഴുതുന്നതിന് പകരം നമ്മൾ അതിന് ഷോർട്ട് ആയിട്ട് ഒരു നൊട്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെ സിഗ്മ എന്ന് പറഞ്ഞാൽ സം നൊട്ടേഷനാണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ ഗ്രീക്ക് ലെറ്റർ പൈ എന്നാണ് എഴുതുക. അപ്പൊ സിഗ്മ കെ ഫ്രം 1 to n എന്ന് പറഞ്ഞാൽ ഈ കെ കാണുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? 1 2 3 4 അങ്ങനെ n വരെ കൊടുക്കണം. എന്നിട്ട് അത് ആഡ് ചെയ്യുക. അതാണ് A1 + A2 + എക്സെട്ര AN. ഇനി നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷനിലേക്ക് കടക്കാം. അതിനെ കുറച്ച് ഫോർമുലകൾ മനസ്സിലാക്കി പോകാം. A1 A2 എക്സെട്ര AN called arithmetic sequence or arithmetic progression if AN+1 equal to AN plus B for n belongs to n, where A1 is called the first term and the constant term D is called the common difference of the arithmetic progression. അപ്പൊ ഇവിടെ A1 A2 എക്സെട്ര AN എഴുതിയിട്ടുണ്ട്. അപ്പൊ A1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേം, അതിനെ A എന്ന് എഴുതുക. A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, അപ്പൊ A1 + D, അതായത് A + D. ഫസ്റ്റ് ടേമിനെ A എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടി D ആഡ് ചെയ്താൽ A2 കിട്ടും. അതാണ് A + D. അതിനോട് കൂടി ഒരു ഡിയും കൂടി ആഡ് ചെയ്യുക, A + D + D, ദാറ്റ് ഈസ് A + 2D. അപ്പൊ മൂന്നാമത്തെ ടേം ആണ് A + 2D. നാലാമത്തെ ടേം വരുമ്പോൾ A + 3D. അങ്ങനെ നമ്മൾ ജനറൽ ആയിട്ട് nth ടേം പറയുമ്പോൾ A + n-1 × D. അപ്പൊ ഇവിടെ nth ടേം കിട്ടണമെങ്കിൽ ശരിക്ക് n-1th ടേമിനോട് കൂടി എന്ത് ചെയ്താൽ മതി? D എന്നുള്ള ടേം ആഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് n-1th ടേം തന്നെ എന്താണെന്ന് അറിയില്ല, ആകെ ഫസ്റ്റ് ടേമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേമിനോട് D എത്ര പ്രാവശ്യം കൂട്ടണം അതാണ് അറിയേണ്ടത്. അപ്പോ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടി D n-1 ടൈംസ് ആഡ് ചെയ്യണം. അപ്പൊ വി ക്യാൻ വെരിഫൈ the following simple properties of an AP. If a constant is added to each term of the AP, the resulting sequence is also an AP. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് അതിലെ എല്ലാ ടേമിനോടും കൂടി ഒരു നിശ്ചിത സംഖ്യ നിങ്ങൾ ആഡ് ചെയ്ത് സെയിം സംഖ്യ ആഡ് ചെയ്യണം. Again you will get an arithmetic progression. ആ പ്രോഗ്രഷന് അതിന്റെ പാറ്റേണിന് മാറ്റം വരില്ല. ആഡ് ചെയ്യുന്ന ടേം നിങ്ങൾക്ക് ഇതേപോലെ ഒരു നിശ്ചിത സംഖ്യ ആഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് തന്നെ കിട്ടും. അതുപോലെ if a constant is subtracted from each term of an AP, the resulting sequence is also an AP. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുത്ത് അതിന്റെ എല്ലാ ടേമിൽ നിന്നും നിങ്ങൾ ഒന്നുകിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കും. Again you will get a arithmetic progression. ഇനി അതേപോലെ each term of an AP is multiplied by a constant, then also the resulting sequence is also an AP. If each of an AP is divided by a non-zero constant, then the resulting sequence is also an AP. അപ്പൊ അതൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് അങ്ങനെ വറീഡ് ആവണ്ട.
ഇതൊക്കെ നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അറിയാതെ ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും. അതിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. ഇനി ഹിയർ വി ഷാൽ യൂസ് ദ ഫോളോയിങ് നൊട്ടേഷൻസ് ഫോർ ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇനി വരുന്ന ഡിസ്കഷനിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷനാണ് ഞാൻ പറയുന്നത്. ഈ നൊട്ടേഷൻ തന്നെയാണ് ജോമെട്രിക് പ്രോഗ്രഷനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ടേമിന് A1, അതിനെ ചിലപ്പോൾ A എന്നും എഴുതാറുണ്ട്. ഇനി ലാസ്റ്റ് ടേം AN, അതാണ് ജനറൽ ടേം AN. D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അതായത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ടേമുകളുടെ വ്യത്യാസം, അതാണ് D. N എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി N ഈക്വൽ ടു എന്നല്ല അത് എഴുതിയത്, സം ഓഫ് ദ സീരീസ് ആണ്. സം ഓഫ് ദ സീരീസ് SN, അതിന് നമ്മൾ ദ സം ഓഫ് ദ സീരീസ് ഓഫ് ദ AP. ഇപ്പൊ SN എന്ന് കൊടുത്താൽ, ക്യാപിറ്റൽ S സഫിക്സ് എന്ന് കൊടുത്താൽ N വരെയുള്ള ടേംസിന്റെ സം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം. A എന്നുള്ളത് ഫസ്റ്റ് ടേം, A+D സെക്കൻഡ് ടേം, A+2D തേർഡ് ടേം, അങ്ങനെ nth ടേം എത്തുമ്പോൾ A+n-1 ഇൻറ്റു D. അതാണ് AN ഈക്വൽ ടു A+n-1 ഇൻറ്റു D. അപ്പൊ ഈ AN-ലുള്ള ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഏത് ടേം നമുക്ക് എഴുതാൻ പറ്റും. N-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, 2 എന്ന് കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എഴുതാം. പിന്നെ നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചു നോക്കിയാൽ N വരെയുള്ള ടേമുകളുടെ സം, അതാണ് n/2 ഇൻറ്റു 2A + n-1 ഇൻറ്റു D. അതിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, N എന്ന് പറഞ്ഞാൽ എത്ര ടേമുകളുടെ സമ്മാണോ കാണേണ്ടത്. ഇപ്പൊ നിങ്ങളോട് 43 ടേമുകളുടെ സമ്മാണ്, അടുത്തടുത്ത് കിടക്കുന്ന ടേം ആവണേ, എവിടുന്നെങ്കിലും 43 എടുക്കാൻ പറ്റില്ല. കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ 1 by 1 ആയി ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ്, അത് 43 എന്ന് പറഞ്ഞാൽ N-ന് 43 എന്ന് കൊടുക്കുക. D എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഏത് നമ്പറാണ് നിങ്ങൾ ഈ കൂട്ടി പോകുന്നത്, അതാണ് D. അപ്പൊ ഇവിടെ ഒരു ഫോർമുലയും കൂടി ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടില്ല, അതും കൂടി ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. SN ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അത് വരുന്നത് എങ്ങനെയാണ്, ഈ എഴുതിയ ഫോർമുലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2A എന്നുള്ളതിനെ A+A എന്ന് എഴുതുക. അപ്പൊ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അടുത്ത A+n-1 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ അത് nth ടേം ആണ്, അത് നിങ്ങൾ തൊട്ട് പുറകിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് ഒരു സീരീസിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടാണ് നിങ്ങളോട് ഇതിന്റെ സം ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഇത്രയും ഫോർമുല അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ ഫോർമുലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സാധാരണ ഒരു മാത്തമാറ്റിക്സ് കോഴ്സിൽ തന്നെ ഞങ്ങൾ ആരും ഈ അരിത്മെറ്റിക് മീൻ ഈ ഫോമിൽ പഠിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ലെറ്റ് ഗിവൺ 2 numbers A and B. We can insert a number A between them so that A, capital A, B is an arithmetic progression. അപ്പോൾ അങ്ങനെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ സ്മോൾ ക്യാപിറ്റൽ എയിൽ നിന്ന് സ്മോൾ എ മൈനസ് ചെയ്താലും പിന്നെ സ്മോൾ ബിയിൽ നിന്ന് ക്യാപിറ്റൽ എ മൈനസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആ നമ്പർ സെയിം ആയിരിക്കണം, എന്നാലേ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവുള്ളൂ. അപ്പൊ സച്ച് എ നമ്പർ എ ഈസ് കോൾഡ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദ നമ്പേഴ്സ് എ ആൻഡ് ബി. നിങ്ങൾ ഈ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത ആ നമ്പർ അരിത്മെറ്റിക് മീൻ ആവണമെങ്കിൽ വി ഹാവ് ക്യാപിറ്റൽ എ മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് ക്യാപിറ്റൽ എ. അത് അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടി എന്നാണ് എഴുതിയത്. Therefore, capital A equal to A plus B/2. അത് രണ്ടിന്റെയും കൂടി സം എടുത്തിട്ട് അതിന്റെ പകുതി. അപ്പൊ സ്മോൾ എ, ക്യാപിറ്റൽ എ, സ്മോൾ ബി ഈസ് ഇൻ ആൻ AP. Then the geometric mean between A and B is given by A plus B/2. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ടേമേ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ജനറലൈസേഷൻ നോക്ക്. We may also interpret the AM between 2 numbers A and B as their average generally. Given any 2 numbers A and B, we can insert as many numbers as we like between them such that the resulting sequence is an AP. അപ്പോൾ ഇവിടെ ഞാൻ A1, A2, etc. AN n ടേം ഇതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ സ്മോൾ എക്കും
ക്യാപിറ്റൽ ബിക്കും ഇടയിൽ A1 A2 എക്സെട്ര AN എന്ന് പറഞ്ഞ n ടേം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഈ സീരീസ് അല്ല ഈ പിന്നെ സീക്വൻസ് എന്തായിരിക്കണം, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവണം. അപ്പൊ ഇതിൽ ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം ക്യാപിറ്റൽ A1, തേർഡ് ടേം ക്യാപിറ്റൽ A2, അങ്ങനെ 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 പിന്നെ nth ടേം ക്യാപിറ്റൽ AN. അപ്പൊ ബി എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? സോറി, nth ടേം അല്ല ക്യാപിറ്റൽ AN. ഈ ബി എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? അതിന്റെ നടുക്ക് നമ്മൾ n ടേം ഇൻസേർട്ട് ചെയ്തു. A1 കൂടി A എന്നുള്ള ടേമും കൂടി വന്നു കഴിഞ്ഞാൽ ബി എന്നുള്ള ടേം n+1 സെക്കൻഡ് ടേം ആയിരിക്കും, n+2th ടേം ആയിരിക്കും ബി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്താണ്? ബി ഈക്വൽ ടു A+n+2 - 1 ഇൻറ്റു ഡി. ദാറ്റ് മീൻസ് A+, അതായത് ഇവിടെ എ ബി എന്നുള്ള രണ്ട് നമ്പറിന്റെ ഇടയിൽ n നമ്പേഴ്സ് നമ്മൾ പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ആ ത്രൂ ഔട്ട് ആ സീക്വൻസ് ഒരു AP-യുടെ പ്രോപ്പർട്ടി ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറയുന്ന ടേം n+2th ടേം ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. b - A/n+. ഇനി ക്യാപിറ്റൽ A1 ഈക്വൽ ടു A+D വിച്ച് ഈസ് ഈക്വൽ ടു A+B - A/n+1. അതായത് ഡി എന്നുള്ളതിന് വാല്യൂ കൊടുത്തു. A2 എന്ന് പറഞ്ഞാൽ A+2D. അപ്പൊ A+2 ഇൻറ്റു ഡിയുടെ വാല്യൂ അവിടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ടേം ഒന്നാണെങ്കിൽ A+B/2 എന്ന് എഴുതിയാൽ മതി. അല്ല ഒന്നിലധികം ടേം ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ നിന്നേ കാണാൻ പാടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഡി എന്താണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇതിനുള്ളത് കണ്ടുപിടിക്കാം. ഇത്രയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷന്. പിന്നെ സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഏത് കോഴ്സിലും പഠിക്കുന്ന ഫോർമുലകൾ, ഈ ഫോർമുല വെച്ചിട്ടാണ് പിന്നെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ഫോർമുല അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഇനി അടുത്തത് ജോമെട്രിക് പ്രോഗ്രഷനും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2-3 എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ പഠിക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ നൊട്ടേഷൻസ് ഒക്കെ സെയിം ആണ്. A1 A2 എക്സെട്ര AN ഈസ് കോൾഡ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഇഫ് A1 ഈസ് നോൺ സീറോ. ഫസ്റ്റ് ടേം സീറോ ആവാൻ പാടില്ല. ആൻഡ് AK+1/AK ഈക്വൽ ടു R. അത് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പൊ സെക്കൻഡ് ടേം എടുത്താൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. അല്ല നിങ്ങൾ ഒരു 5th ടേം ആണ് എടുക്കണമെങ്കിൽ 5th ടേം ഡിവൈഡഡ് ബൈ 4th ടേം. അങ്ങനെ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ജോമെട്രിക് പ്രോഗ്രഷനിൽ ഫസ്റ്റ് ടേം എ എന്ന് ഡിനോട്ട് ചെയ്തു, സെക്കൻഡ് ടേം A ഇൻറ്റു R, തേർഡ് ടേം AR², then AR³ etc. where A is called the first term, R is called the common ratio of the GP. അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ പോലെ ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. As in the case of arithmetic progression, the problem of finding the nth term or sum of n terms of a geometric progression containing a large number of terms would be difficult without the use of the formula. We shall use the following notations. A equal to first term, R the common ratio, AN എന്ന് പറഞ്ഞാൽ the last term, പിന്നെ ഇവിടെ SN is the sum of the terms. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഓഫ് ദ ടേം. ഇപ്പൊ n 5 എന്ന് പറഞ്ഞാൽ 5 ടേം. അതാണ് SN എന്ന് പറയുമ്പോൾ S5 സം ഓഫ് 5 ടേംസ്. അങ്ങനെയാണ് വരിക. ഇനി ജനറൽ ടേം ഓഫ് ആൻ AP. അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ജനറൽ ടേം A+n-1 ഇൻറ്റു ഡി ആയിരുന്നു. അതുപോലെ ഇവിടെ എന്താന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A, സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR³, ഫോർത്ത് ടേം AR⁴. അപ്പൊ അങ്ങനെ എഴുതി പോകുമ്പോൾ nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR⁻n-1. അത് nth അക്കോർഡിംഗ് ആസ് GP is finite or infinite respectively. ഫൈനൈറ്റ് അല്ലെങ്കിൽ അത് ഇനിയും തുടർന്നു പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പൊ nth ടേം എന്ന് പറയുന്നത് AR⁻n-1. അപ്പൊ ഇതിൽ നിന്ന് ജോമെട്രിക് സീരീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ ഇനി ഇതിന്റെ ഫോർമുല ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോ SN ഈക്വൽ ടു, ഞാൻ ഇതിലെ ടേംസ് ആഡ് ചെയ്യാൻ പോവുകയാണ്.
plus AR square plus ഇങ്ങനെ AR raised to n minus 1. അപ്പൊ ഇഫ് R ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഈ കണ്ടുപിടിക്കുന്ന കോമൺ റേഷ്യോ 1 ആണെങ്കിൽ A plus n ടേംസ് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ n into A എന്ന് കിട്ടും. അത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ്. ഇനി R അതർ ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ ആ തന്നിട്ടുള്ള SN ഈക്വൽ ടു എഴുതിയ ആ സീരീസിനെ രണ്ട് സൈഡിലും R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡില് R into SN, റൈറ്റ് സൈഡില് AR സ്ക്വയർ പ്ലസ് AR ക്യൂബ്. അപ്പൊ എല്ലാം ഒരു R അധികം വന്നു റൈറ്റ് സൈഡില്. ഇനി സബ്ട്രാക്ടിങ് 2 ഫ്രം 1, 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അപ്പൊ യു വിൽ ഗെറ്റ് SN മൈനസ് R SN ആണ്. അത് SN കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ 1 മൈനസ് R ഇൻറ്റു SN ഈക്വൽ ടു A മൈനസ് AR raised to n. That is A into 1 minus R raised to n. This gives SN equal to A into 1 minus R raised to n by 1 minus R. ഇതാണ് sum of n terms of the geometric progression. ഇനി അരിത്മെറ്റിക് മീൻ പഠിച്ച പോലെ ജോമെട്രിക് മീനും നോക്കാം. അതും രണ്ട് നമ്പറിന്റെ ഇടയിൽ ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ that 3 numbers follows the properties of geometric progression. But the geometric mean between two positive numbers A and B is the number square root of AB. Therefore, the geometric mean of 2 and 8 is 4. അതായത് 8 into 2 എഴുതി അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. We observe that 3 numbers 2, 4, 8 are consecutive terms of a GP. This leads to a generalization of the concept of geometric means of two numbers given any two positive numbers A and B. Likewise, we can insert as many numbers as we like between them to make the resulting sequence again a GP. നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന n നമ്പേഴ്സ് ആണ് G1, G2, etc. Gn. അപ്പൊ എക്കും ബിക്കും ഇടയിൽ അത്രയും നമ്പേഴ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം G1, തേർഡ് ടേം G2, എക്സെട്ര. പിന്നെ n+1th ടേം Gn, n+2th ടേം B എന്ന് കിട്ടും. ഇനി thus B becomes the n+2th term of the GP. We have B equal to, അപ്പൊ നമുക്ക് nth ടേം എന്ന് പറഞ്ഞാൽ AR raised to n-1 ആണ്. അപ്പൊ n+2th ടേം എന്ന് പറഞ്ഞാൽ AR raised to n+1. From this we can find the value of R and substituting in G1, G2, etc. Gn, we will get all the terms. അപ്പൊ ആ വാല്യൂ അങ്ങനെ എഴുതാൻ കാരണം അത് നിങ്ങൾ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് കുറച്ച് ഫീൽ ചെയ്യും. R ഈക്വൽ ടു എന്താണ്? B മൈനസ് A ഹോൾ റേസ് ടു 1/n+1 ആണ്. അതായത് B ഈക്വൽ ടു AR റേസ് ടു n+1ൽ നിന്ന് സോൾവ് ചെയ്തിട്ട് R കണ്ടുപിടിച്ചു. R കിട്ടിക്കഴിഞ്ഞാൽ G1 ഈസ് A ഇൻറ്റു R, G2 ഈസ് A ഇൻറ്റു R സ്ക്വയർ. അത് നിങ്ങൾക്ക് ഇനി Gn വരെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AM ആൻഡ് GM ആണ്. ഈ ഒരു പോർഷൻ സാധാരണ ഞങ്ങളുടെയൊക്കെ ഏജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഇപ്പൊ അത് ഡിഗ്രിക്ക് പഠിക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ലെറ്റ് A and GB, AM and GM, arithmetic mean and geometric mean of two given positive real numbers A and B respectively. Then A minus G equal to A plus B by 2 minus square root of AB. അരിത്മെറ്റിക് മീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ജോമെട്രിക് മീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ A മൈനസ് G എന്ന് പറഞ്ഞാൽ A plus B by 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് AB. അപ്പൊ ഇനി A മൈനസ് G ഞാനൊന്ന് കണ്ടുപിടിക്കുന്നു. A plus B by 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ABനെ കോമൺ LCM പിന്നെ ഡിനോമിനേറ്റർ ആക്കി എഴുതുമ്പോൾ A plus B minus 2 into square root of AB. That means A plus B minus root AB minus root AB. ഇത് അങ്ങനെയല്ലാതെ എഴുതാം. A plus B ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് A മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് B ഹോൾ സ്ക്വയർ ബൈ 2. അത് സ്ക്വയർ ഓഫ് എ നമ്പർ ആയതുകൊണ്ട് അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ A മൈനസ് G ആണ്. A മൈനസ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G. That is, arithmetic mean is
ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രി. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ, ഈ കിട്ടിയ പ്രൂഫ് പഠിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു റിലേഷൻ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കുറച്ച് പിന്നെ സീരീസിന്റെ ആൻസർ സം ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താ നോക്കാം. ഫസ്റ്റ് സീരീസ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 + etc. + n, അത് നിങ്ങൾ ബയാട്ട് പഠിക്കണം. സെക്കൻഡ് കിട്ടുന്നത് 1² + 2² + 3² etc. n². പിന്നെ 1³ + 2³ + 3³ etc. n³. ഈ 3 സീരീസിന്റെ സം ഏത് ഉറക്കത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് പ്രൂഫോട് കൂടി പിന്നെ പല കോഴ്സുകളിലും ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് +2 ലെവലിൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ആൻസർ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n × n + 1/2. അത് പഠിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ക്യൂബ്സ് എളുപ്പമാണ്. n × n + 1/2 ഹോൾ സ്ക്വയർ ആണ്. പിന്നെ പഠിക്കേണ്ടത് 1² + 2², സ്ക്വയേഴ്സ് ആണ് നമ്പേഴ്സിന്റെ. അതിന്റെ സം കാണുമ്പോൾ n × n + 1 × 2n + 1/6. ഇത് മൂന്നും കാണാതെ പഠിച്ചേ ഉള്ളൂ. ഇനി ഈ സ്ലൈഡ് നിങ്ങൾക്ക് തരുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് ഒന്ന് ചുരുക്കി എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്ലൈഡ് കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി വായിച്ചാൽ മതി. ഇത് മുഴുവൻ വായിച്ചില്ലെങ്കിലും ഈ സ്ലൈഡ് ഇപ്പൊ ഇത്രയും കേട്ട ഒരു വ്യക്തിക്ക് ഈ എഴുതിയ 6 പോയിന്റ്സ് ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ ഒരു BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് കൊടുത്താൽ പോലും ഒന്ന് പകച്ചു നിൽക്കും. അങ്ങനത്തെ ഒരു ചോദ്യമാണ്. ഇവിടെ നോക്ക്. അപ്പൊ ഞാൻ അവിടെ കോമൺ ഡിഫറൻസിന് എഴുതിയത് കൊണ്ട് ഫോർമുല നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യും. ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ്: 2a, b, c, d, e, f and 65 form an arithmetic progression. Find the value of e എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ABCDFന്റെ വാല്യൂ ഒന്നും അവർ ചോദിച്ചിട്ടില്ല. ഇ എന്ന് പറയുന്ന നമ്പറിന്റെ വാല്യൂ മാത്രം ചോദിച്ചിട്ടുണ്ട്. അത് 1, 2, 3, 4, 5 6ാമത്തെ ടേം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു പുതിയൊരു ഫോർമുല ഞാൻ എഴുതി തരാം. ഡിഫറൻസ് ഓഫ് എനി, അതായത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് എനി 2 ടേം വാല്യൂസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് കറസ്പോണ്ടിങ് ടേം നമ്പേഴ്സ്. അതായത് ഏത് 2 നമ്പർ നിങ്ങൾക്ക് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കാം. അടുത്തടുത്തൊന്നും ആവണ്ട. അപ്പൊ ഞാൻ എടുക്കുന്നത് ഏതൊക്കെ നമ്പറാണ്? 65ഉം 2 ആണ് എടുത്തത്. അപ്പൊ അത് എത്രാമത്തെ നമ്പറാ? 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, 65 എന്ന് പറഞ്ഞാലോ 8ാമത്തെ നമ്പർ. സംശയമൊന്നുമില്ലല്ലോ. സീരീസ് നിങ്ങൾ നോക്ക്. 2ABCDEF 65 എന്നാണ്. അപ്പൊ 65 എന്ന് പറഞ്ഞ 8ാമത്തെ നമ്പറും 2 ഫസ്റ്റ് നമ്പറുമാണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് 65 - 2 ഡിവൈഡഡ് ബൈ എന്ത് വേണം? ഡിഫറൻസ് ഓഫ് കറസ്പോണ്ടിങ് ടേം നമ്പേഴ്സ്. അതായത് 65ന്റെ ടേം നമ്പർ 8 ആണ്, 2ന്റെ ടേം നമ്പർ 1 ആണ്. കാരണം അത് ഫസ്റ്റ് നമ്പർ ആണ്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 65 - 2/8 - 1. ദിസ് ഈസ് ഈക്വൽ ടു, ഏത് നമ്പർ എടുത്താലും ഇത് ശരിയായിരിക്കും. കാരണം കോമൺ ഡിഫറൻസ് ആണല്ലോ അത്. അപ്പൊ പിന്നെ ഞാൻ എടുക്കുന്നത് ഏതാണ്? ഇയും 2 ആണ് എടുത്തത്. അപ്പൊ ആ 2 നമ്പർ കൊടുത്താൽ E - 2. അപ്പൊ E എന്ന് പറയുന്നത് 6ാമത്തെ നമ്പറാണ്. അപ്പൊ 6 - 1. ഇനി അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് E = 47. അതാണ് ഇതിലെ 3ാമത്തെ ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് ആ കുട്ടിക്ക് ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് പിന്നെ മനസ്സിലാക്കി പോയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അന്ന് മറ്റേ SN കോളേജിലെ സെമിനാർ എടുക്കുമ്പോൾ അന്ന് ഇനോഗ്രൽ സ്പീച്ചില് കൺട്രോളർ വ്യക്തമായി പറഞ്ഞിരുന്നു, എത്ര മാത്തമാറ്റിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ഹയർ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്കും LDCയിൽ നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. ഇങ്ങനെയുള്ള ട്രിക്കുകൾ അറിഞ്ഞാലേ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബാക്കി സബ്ജക്റ്റോ ഞാൻ കുറെ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് എല്ലാ എക്സാമും വളരെ ഈസി ആണെന്ന് ഒരാളും ചിന്തിക്കേണ്ട. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇതിൽ വിജയിക്കുക. അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾ നോക്ക്. ദ 11th and 20th terms of an arithmetical sequence is 37 and 73 respectively. Evaluate
the 32nd term of the sequence. അപ്പോൾ 11th ടേം എന്ന് പറഞ്ഞാൽ A11, 20th ടേം എന്ന് പറഞ്ഞാൽ A20. അത് രണ്ടും തന്നിട്ടുണ്ട്. ഒന്ന് 37, ഒന്ന് 73. ഇത് നമുക്ക് കാണേണ്ടത് 32ാമത്തെ ടേം ആണ് കാണേണ്ടത്. അപ്പൊ നമ്മളിത് സാധാരണ ഫോർമുല മാത്രം പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ A11 എന്ന് പറഞ്ഞാൽ A+10D എന്നാണ് വരിക. നമ്മുടെ ഫോർമുല ഏതാണ്? A+n-1 × D. A20 എന്ന് പറഞ്ഞാൽ A+19D. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്താൽ എയും ഡിയും കിട്ടും. അത് നിങ്ങൾ A32 എന്ന് പറയുമ്പോൾ A+31D ആണ്. എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിലും എളുപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ടെക്നിക്കാണ് 73 - 37. അതായത് 20ാമത്തെ ടേമും പിന്നെ 11ാമത്തെ ടേമുമാണ് നമ്മൾ എടുത്തത്. അപ്പൊ 73 - 37/20 - 11 ഈക്വൽ ടു നമുക്ക് കാണേണ്ട A32 - 73. അപ്പൊ A32 എന്ന് പറഞ്ഞാൽ 32ാമത്തെ, 73 എന്ന് പറഞ്ഞാൽ 20ാമത്തെ. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി, അല്ലെങ്കിൽ 36/9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 4 × 12 ഈക്വൽ ടു A32 - 73. ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് എഴുതാം A32 = 121. ഇത് നിങ്ങളുടെ രണ്ട് മെത്തേഡിലും അപ്പുറം ഇപ്പുറം ഇരുന്ന് ചെയ്ത് നോക്കുക. രണ്ട് സ്റ്റുഡന്റ് രണ്ട് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡിലാണ് നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 200 and 2000 that are divisible by 7. ചോദ്യത്തിന്റെ അർത്ഥം 200നും 2000നും ഇടയ്ക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പറുകൾ ഉണ്ട്? അപ്പൊ 200നും 2000നും ഇടയ്ക്കാണ്. അപ്പൊ 200ഉം 2000ഉം അവര് പറഞ്ഞിട്ടില്ല. അപ്പൊ 200 എന്നുള്ള നമ്പർ നോക്കണ്ട, 201നെ 7 കൊണ്ട് ഹരിച്ചാൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയും പറ്റില്ല എന്നുള്ളത്. 202നെയും പറ്റില്ല. 203 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 203 ആണ് നിങ്ങളുടെ ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് നമ്പർ. അതുപോലെ 2000ന്റെ പുറകോട്ട് നോക്കുക. 1995 ആണ് അവിടെ ലാസ്റ്റ് നമ്പർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു സീരീസിന്റെ ഫോമിൽ എഴുതാം. 203 ആഡ് ചെയ്യുക 7, 210, പിന്നെ ആഡ് ചെയ്യുക 270. അങ്ങനെ ആഡ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ടേമാണ് ഈ 7 ആഡ് ചെയ്ത് പോകുമ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 203, ലാസ്റ്റ് ടേം 1995. നിങ്ങളോട് കാണാൻ പറഞ്ഞത് n എത്രയാണ്. അപ്പൊ എന്നിന് ഡയറക്റ്റ് ഫോർമുലയാണ് പഠിച്ചു വെച്ചത്. ഈ എന്നിന് എന്താണ് ഡയറക്റ്റ് ഫോർമുല എന്നുള്ളത് ഞാൻ ഇവിടുന്ന് ഡെഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ അത് കാണാതെ പഠിക്കുക. n = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. അപ്പൊ നമുക്ക് n = 1995 - 203/7 +1. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് 257 കിട്ടും. അതാണ് ഫസ്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം, ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തപ്പിയിട്ടതാണ്. പക്ഷെ ഈ ചോദ്യം സാധാരണ പെട്ടെന്ന് കാണുന്ന ഒരു കുട്ടി ഇതിനെ കൂടുതൽ ചിന്തിക്കും. ഇവിടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ദ സം ഓഫ് 3 numbers of an AP is 24 and their product is 312 തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒരു ഓപ്ഷനിലും ഒന്നാമത്തെ അല്ലാതെ വേറെ ഏത് ഓപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്താലും നിങ്ങൾക്ക് 24 കിട്ടുന്നില്ല. പിന്നെ പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്താൽ 312 കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ എഴുതാം? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് എഴുതാം. ഇതിന് പിന്നെ അധികം ചിന്തിക്കാൻ പോകാൻ പാടില്ല. അത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടാവുന്ന ആൻസർ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് AP ആണ്. അപ്പൊ APയുടെ 3 നമ്പേഴ്സിന്റെ സം 24, അതിന്റെ പ്രോഡക്റ്റ് 312. ഇനിയിപ്പൊ എന്താണ് ഫസ്റ്റ് ടേം, എന്താണ് അതൊക്കെ കണ്ടുപിടിക്കാൻ പോണെങ്കിൽ കുറെ സമയം. അതായത് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ച ഒരു ടെക്നിക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ സം ഓഫ് ഒരു സീരീസ് ആണ്. ഏത് സീരീസ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 2, 6, 10 അങ്ങനെ എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ 43 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. ഇനി എന്താ ചെയ്യുന്നത്? 4 ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഫോർമുല ഏത് അപ്ലൈ ചെയ്യാം? എന്ന് പറഞ്ഞാൽ 43. 43 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ആ എഴുതി തന്ന ഫോർമുലയില് ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുക. n/2 ×
2a plus n minus 1 into b. അതിൽ എന്നിന് 43 കൊടുക്കുക, എക്ക് 2 കൊടുക്കുക, ഡിക്ക് 4 കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ 3698. അപ്പൊ ഇത് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യേണ്ട ഒരു ക്വാളിറ്റി കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നിങ്ങൾ ആഡ് ചെയ്യലും സബ്ട്രാക്ട് ചെയ്യലും നടത്തണം. അതിന് നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ ഉപയോഗം തേടിയാൽ നിങ്ങളുടെ സ്പീഡ് എക്സാമിന് കുറഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്ക്. ഫൈൻഡ് ദ സം ഓഫ്, ആദ്യത്തെ ടേം ഒന്നും തന്നിട്ടില്ല, അവസാനത്തെ 2 ടേം തന്നിട്ടുണ്ട്, 48 പ്ലസ് 15. അതിലൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ 10ാമത്തെ ടേം ആണ് 51 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഒന്നും ഇതിനെപ്പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആദ്യം പഠിച്ച ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് വെക്കുന്നു. അപ്പൊ 51 മൈനസ് 48 എന്ന് പറഞ്ഞാല് 10ാമത്തെ ടേമും 9ാമത്തെ ടേമും. അപ്പൊ ഡിനോമിനേറ്ററിൽ 10 മൈനസ് 9. ഇനി എന്ത് ചെയ്തു, 51 മൈനസ് എ ബൈ ഫസ്റ്റ് ടേമിന് എ എന്ന് കൊടുത്താൽ 51 മൈനസ് എ ബൈ 10 മൈനസ്. അപ്പൊ നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ എന്നുള്ള നമ്പർ എത്ര കിട്ടും, 24 എന്ന്. എ എന്നുള്ള നമ്പർ 24 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അതിന്റെ സം അതാണ് 375 സം. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ സ്വയം നോക്കുക. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് ടീച്ചറെ കേൾക്കുന്നുണ്ടല്ലോ. ഈ ക്ലാസ് ഈ കഴിയുന്ന ഈ സമയത്ത് തന്നെ ഇത് ചെയ്യണം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ. സം ഓഫ് ദ സീരീസ് 1 മൈനസ് 3 പ്ലസ് 9 മൈനസ് 27 എക്സെട്ര 9 ടേംസ് ആണ്. അതിന്റെ സം കാണണം. പിന്നെ അടുത്തതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതിലെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം ചെയ്ത് അത് ആൻസർ എത്തണം. പിന്നെ സം ഓഫ് ഇൻഫിനിറ്റ് ജി പി ഈസ് 9 ആൻഡ് ദ കോമൺ റേഷ്യോ 23. ഫൈൻഡ് ദ സം ടു 8 ടേം. 8 ടേമിന്റെ സം ആണ് ചോദിച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയും, ഇതൊന്നും ഇതിൽ ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞത്. അപ്പോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രഷനിലും പിന്നെ ഓഡ് വൺ ഔട്ട് സീരീസിലും ഇനി വേറൊന്നും പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇനി ഓരോ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടെക്നിക്കുകൾ വരുന്നുണ്ടെങ്കിൽ ആ ടെക്നിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അത് എല്ലാവരും മനസ്സിലാക്കട്ടെ. അങ്ങനെ ഈ 2 സെക്ഷൻ നിങ്ങൾ പിന്നെ നാളെയോ മറ്റന്നാളുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിന് സെൻഡ് ചെയ്ത് തരും. അത് ഗ്രൂപ്പിൽ അതിന്റെ കോർഡിനേറ്റർ സെൻഡ് ചെയ്ത് തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്തു തീർക്കണം. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം എടുത്തിട്ട് ആ പ്രോബ്ലം ചെയ്തു തീർക്കുക. അപ്പൊ അതോടുകൂടി ഞാനിപ്പോ എന്റെ ഈ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഇനി അതല്ല, കൂടുതൽ സംശയങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും പോർഷൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ അത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്താൽ മതി. ആ പർട്ടിക്കുലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ നോട്ട്സ് തന്നിട്ടോ പഠിപ്പിച്ചു തരും. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ ഇത് തൽക്കാലം നിർത്തുകയാണ്. സമയം 4:15 അപ്പൊ ഞാൻ വിചാരിച്ചതിൽ 15 മിനിറ്റ് കൂടുതൽ എടുത്തു. അത് ഇടയ്ക്ക് കട്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു. തൽക്കാലം ഞാൻ നിർത്തുകയാണ്.